ലോകത്തിന് മുന്നിൽ സമാധാനത്തിന്റെ മുഖം മൂടിയണിഞ്ഞ് ഉള്ളിൽ അമേരിക്കയെ പിന്നിൽ നിന്ന് കുത്താൻ പാകിസ്ഥാൻ നടത്തുന്ന പുതിയ ചതിയുടെ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ വലിയ മധ്യസ്ഥനാകാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറക്കരുതെന്ന കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ ജനപ്രതിനിധികൾ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ, ഒരു ദൃശ്യം പുറത്തായതോടെയാണ് വാഷിംഗ്ടണിൽ പാകിസ്ഥാനെതിരെ കടുത്ത രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർന്നിരിക്കുന്നത്. അമേരിക്കയുടെ പരമശത്രുവായിട്ടുള്ള ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ഒരു പൊതുവേദിയിൽ വെച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വാനോളം പുകഴ്ത്തുന്ന വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാട്ടുതീ പോലെ പടരുന്നത്. ഖമേനിയെ മഹാനായ പണ്ഡിതനെന്നും ധീരനായിട്ടുള്ള നേതാവെന്നും വിശേഷിപ്പിച്ച ഷെരീഫ് ഏത് സാഹചര്യത്തിലും പാകിസ്ഥാനും ഇറാനും ഒരുമിച്ച് നിൽക്കുമെന്നും തുറന്നടിച്ചു. അമേരിക്കയുടെ സഹായം പറ്റി ജീവിക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അമേരിക്കയുടെ ശത്രുക്കളെ ഇങ്ങനെ നെഞ്ചേറ്റുന്നത് കണ്ടതോടെ റിപ്പബ്ലിക്കൻ സെനറ്ററായിട്ടുള്ള റിക് സ്കോട്ട് പാകിസ്ഥാന്റെ ചതിയുടെ ചരിത്രം അക്കമിട്ട് നിരത്തി രംഗത്ത് വന്നു. അമേരിക്കൻ മണ്ണിൽ നിന്ന് റിക് സ്കോട്ട് ഉയർത്തിയ ഈ കുറ്റപത്രം പാകിസ്ഥാന്റെ ചരിത്രപരമായിട്ടുള്ള വഞ്ചനകൾക്കുള്ള കൃത്യമായ തെളിവാണ്. അമേരിക്കയ്ക്ക് ഒരിക്കലും മറക്കാനാകാത്ത വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം സമ്മാനിച്ച ക്രൂരനായിട്ടുള്ള ഭീകരൻ ഒസാമ ബിൻ ലാദൻ ഒരു ദശാബ്ദക്കാലം സുരക്ഷിതമായി ഒളിവിൽ കഴിഞ്ഞ രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്വന്തം നാട്ടിൽ ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിക്കാൻ ഏകപക്ഷീയമായിട്ടുള്ള മതനിന്ദാ നിയമങ്ങൾ നടപ്പാക്കുന്ന ഇതേ പാകിസ്ഥാന് അമേരിക്കയുടെയും ഇറാന്റെയും ഇടയിൽ മധ്യസ്ഥനാകാൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് സെനറ്റർ പരസ്യമായി ചോദിക്കുന്നു. ഭീകര സംഘടനയായിട്ടുള്ള ഹമാസിന് അഭയം നൽകുന്ന ഖത്തറിനേക്കാൾ ഒരു തരത്തിലും ഭേദമല്ല പാകിസ്ഥാൻ എന്നും ഈ ചതി തിരിച്ചറിഞ്ഞ് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് ട്രംപ് ഭരണകൂടം ഓർക്കണമെന്നുമാണ് സ്കോട്ടിന്റെ മുന്നറിയിപ്പ്. ഇതാദ്യമായിട്ടല്ല അമേരിക്കൻ നേതാക്കൾ പാകിസ്ഥാന്റെ ഈ ഇരട്ടത്താപ്പിനെതിരെ രംഗത്ത് വരുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അടുത്ത അനുയായിയായിട്ടുള്ള സെനറ്റർ ലിൻസി ഗ്രഹാമും പാകിസ്ഥാൻ ഒരു വിശ്വസ്ത മധ്യസ്ഥനല്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇസ്രയേലിനോടുള്ള പാകിസ്ഥാന്റെ ദീർഘകാല ശത്രുതയും ഇറാന്റെ സൈനിക വിമാനങ്ങൾക്ക് അവർ നൽകുന്ന രഹസ്യ പിന്തുണയും ഇതിന് തെളിവായി ഗ്രഹാം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇസ്രയേലുമായി കൂടുതൽ അറബ് രാജ്യങ്ങൾ ബന്ധം സാധാരണ നിലയിലാക്കണമെന്ന പ്രസിഡന്റ് ട്രംപിന്റെ ആഹ്വാനത്തെ പരസ്യമായി തള്ളിക്കളഞ്ഞവരാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണെന്നും അവരുടെ വാക്കുകൾ വിശ്വസിക്കരുതെന്നും ഇന്ത്യ ലോകവേദികളിൽ വർഷങ്ങളായി വിളിച്ചു പറയുന്നത് സത്യമാണ് ഇപ്പോൾ വാഷിംഗ്ടണിലെ സെനറ്റർമാരും ജനപ്രതിനിധികളും ആവർത്തിക്കുന്നത്. ഒരേ സമയം അമേരിക്കയുടെ പണവും വാങ്ങി അവരുടെ ശത്രുക്കളായ ഇറാന്റെ ഭീകരരുടെയും ഹൃദയമിടിപ്പിനൊപ്പം നിൽക്കുന്ന പാകിസ്ഥാന്റെ ഈ ചതി തിരിച്ചറിയാൻ വൈകിയാൽ അത് ട്രംപ് ഭരണകൂടത്തിന് വരുത്തിവെക്കുന്ന വിന ഒട്ടും തന്നെ ചെറുതായിരിക്കില്ല. പാകിസ്ഥാന്റെ കള്ളക്കളി ലോകത്തിന് മുന്നിൽ കൈയോടെ പിടിക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം വഞ്ചകരെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താൻ പുതിയ അമേരിക്കൻ ഭരണകൂടം തയ്യാറാകണമെന്ന യാഥാർത്ഥ്യമാണ് ഈ റിപ്പോർട്ടുകൾ അടിവരയിടുന്നത്. ന്യൂസ് ഡെസ്ക്